അമേരിക്ക കണ്ണുവച്ചിട്ടുള്ള ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ചൈനയും അവിടെ വലിയ രീതിയിൽ കണ്ണുവച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ നിരന്തരം പോരാടുന്ന അവരുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി രൂപീകരിച്ച് പാകിസ്ഥാൻ സൈന്യത്തെ നിരന്തരം വകവരുത്തുന്ന ബലൂചിസ്ഥാനിൽ ഇപ്പോൾ അമേരിക്ക ഇടപെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീകരതയെക്കുറിച്ചുള്ള UN സുരക്ഷാ കൗൺസിലിൽ പ്രമേയം 1267 ബലൂച്ച് ലിബറേഷൻ ആർമി, മജീദ് ബ്രിഗേഡുകൾ എന്നിവയുള്ള പദവി അമേരിക്ക വീറ്റോ ചെയ്തിരിക്കുകയാണ്. ഇതോടെ അൽ ഖ്വയ്ദയുമായോ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലബനനുമായോ ഈ രണ്ട് സംഘടനകളെയും ബന്ധിപ്പിക്കാനുള്ള ചൈനയുടെയും പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പുതിയ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഈ നീക്കം പാകിസ്ഥാനും ചൈനയ്ക്കും ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നു. ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് UN സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയത്തിനെതിരെ വീറ്റോ വോട്ടോ ഉപയോഗിക്കാൻ ഇന്ത്യ അമേരിക്കയോടും ഫ്രാൻസിനോടും ആവശ്യപ്പെട്ടു. അവർ അത് അംഗീകരിച്ചു. അതിനാൽ ചൈന പാകിസ്ഥാൻ ഗൂഢാലോചന പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റംഗങ്ങൾക്ക് നിർദ്ദേശം തടയുമെന്ന് സൂചന നൽകിയിരുന്ന US ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് പറയുന്നു. ഫ്രാൻസിന് പുറമെ ബലൂച്ച് ലിബറേഷൻ ആർമിയോ മജീദ് ബ്രിഗേഡിനെയോ അൽ ഖ്വയ്ദയുമായോ IS-ഉമായോ ബന്ധിപ്പിക്കുന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്ന് US നിലപാടിനെ ബ്രിട്ടനും പിന്തുണച്ചതായി വാർത്തയിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ചൈനയും പാകിസ്ഥാനും അവതരിപ്പിച്ച പ്രമേയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നപ്പോൾ ചർച്ചയ്ക്കിടെ റഷ്യ മൗനം പാലിക്കുന്ന കാഴ്ചയാണ് കാണാനും സാധിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.